ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു കയാക്കിങ്ങിന് വേണ്ടിയാണ്. ഞാനും എൻ്റെ കൂടെ ചേട്ടനും ഉണ്ട്. എറണാകുളത്ത് കയാക്കിങ്ങിന് പോകാൻ വേണ്ടി പോവാണ്. അപ്പം ഇവിടെ നല്ല മഴയുണ്ട്. രാവിലെ സമയം ഇപ്പോൾ കറക്റ്റ് 3 മണി. നമ്മുടെ ട്രെയിനാണെങ്കിൽ 1 മണിക്കൂറും 36 മിനിറ്റും ഡിലേ ആണ്. നമ്മളിങ്ങനെ സ്റ്റേഷനിൽ പോസ്റ്റ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ട്രെയിൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. നല്ല മഴയുണ്ട് പുറത്ത്. നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് സ്റ്റേഷൻ വന്നപ്പോഴേ അറിഞ്ഞ് ഡ്രസ്സ് നോക്ക്, ഒരേ ടൈപ്പ് ടീഷർട്ട് പോട്ടെ, ബാഗ് ഇതേ സെയിം കളർ ബാഗ്, ഇനി ചെരുപ്പ് നോക്ക്, ഒരേ കളർ ചെരുപ്പ്, എല്ലാം ഒരു കൂട്ട്. ആൾക്കാർ ആയിരിക്കും യൂണിഫോം എല്ലാം ആയിരിക്കും. പക്ഷെ ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല, ഒരുമിച്ച് അങ്ങ് ഇട്ട് പോയി. നമുക്ക് പോകുന്ന ട്രെയിൻ വന്നിട്ടുണ്ട്. അങ്ങനെ 1 മണിക്കൂറത്തെ ഒന്നല്ല, എത്ര മണിക്കൂർ കാത്തിരുന്നു? നമ്മൾ 1.5 മണിക്കൂർ കാത്തിരുന്ന ശേഷം നമുക്ക് പോകുന്ന ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇവിടെ ഭയമാരൊക്കെയാണ് ഫ്രണ്ടിൽ. ട്രെയിനിൽ കിടന്ന് നല്ലൊരു ഉറക്കുറങ്ങിയപ്പോഴത്തേക്ക് എറണാകുളം ജംഗ്ഷൻ എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് നേരെ നമ്മൾ നമ്മുടെ കയാക്കിംഗ് സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെ കയാക്കിംഗ് തുഴയണം എന്നൊരു ക്ലാസ് ഉണ്ടായിരുന്നു അവരുടെ. ആ ക്ലാസ്സും കഴിഞ്ഞ് നേരെ ലൈഫ് ജാക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കയാക്കിലോട്ടും കയറി. ലൊക്കേഷൻ വരുന്നത് ആ ലൊക്കേഷനാണ് കേട്ടോ. നേരെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടി നേരെ റൈഡ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ നമ്മുടെ കയാക്കിങ്ങിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വലിയ മഴയൊന്നുമില്ല. ഇനിയും പോകാൻ പോകുന്നത് ഇതുവഴിയല്ലേ? ഇതുവഴിയല്ലേ പോകുന്നത്? നമ്മളിപ്പോൾ ഇതുവഴിയാണ് പോകാൻ പോകുന്നത്. ഇതുവരെ വലിയ സീനില്ലായിരുന്നു. ഇതുവരെ ഇങ്ങനെയൊക്കെ എത്തി. ഇനി അങ്ങോട്ട് എന്താവും നോക്കാം. ഓഹേ ഇടിച്ചിടിച്ചിടിച്ചു. വയ്യേ വയ്യ, സീനില്ല. ഒന്ന് കിടന്നാൽ മതി, ബാക്കിലോട്ട് അങ്ങ് മാറിക്കോളും. നൈസർ പോവാം. ബോട്ടിന് ഈ സാധനമില്ല, ആ കയാക്കിന് ഈ ഒരു ഹോളില്ലേ, മറ്റേ പാഡിലൊക്കെ വെക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു എഞ്ചിൻ വെച്ച് തരാൻ പറയട്ടെ. ഞാൻ നൈസായിട്ടേ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണെന്ന് ചോദിച്ചാൽ ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം നോർമൽ കയാക്കിങ്ങിനൊക്കെ നമുക്ക് ഇത്രയും ലെങ്ത് കിട്ടൂല. റൂട്ട് ഇത്രയും ലെങ്ത് കിട്ടുമോ? ഇല്ല. പക്ഷേ ഇവിടെ നല്ല ലെങ്ത് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുവഴിയൊക്കെ നമ്മൾ വന്ന സ്ഥലമാണ്. നമ്മളിങ്ങനെ വന്നു. ഇനി നമുക്ക് പോകാനുള്ളത് അങ്ങോട്ടാണ്. ഇവിടെ ഈ ടൈമിൽ ഇത്രയും വെള്ളമുള്ളൂ. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ചുകൂടെ വെള്ളം പൊങ്ങാൻ ചാൻസ് ഉണ്ട്. വെയിലേറ്റം വരുന്നില്ലേ, ആ ടൈമിൽ കുറച്ച് വെള്ളം കൂടും. ആദ്യത്തെ ഒരു ആവേശമൊക്കെ പോയി. നല്ല നടുവിൽ ഇടിക്കല്ലേ. രക്ഷയില്ല. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നടുവിൻ്റെ അടുത്ത് തീരുമാനമായി. നമ്മൾ ആദ്യമായിട്ടിരിക്കുന്നുണ്ട് നടുവിന് ശരി. നടുവിന് നല്ല പെയിനുണ്ട്. പക്ഷെ കുഴപ്പമില്ല, കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്നാൽ മതി. ഞാൻ പരന്തുമായിട്ട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ നമ്മൾ കുറേ തുഴഞ്ഞ് ക്ഷീണിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു കട്ടൻ ചായ കിട്ടും. ആ കട്ടൻ ചായ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. താങ്ക് യു. ചിയേഴ്സ്. ഇവിടെ മതി മതി, ഇനി മുട്ടിയ താഴെപ്പോ. ഇതൊരു ഫീലാട്ടോ അല്ലേ? കട്ടൻ കട്ടൻ മുതലുണ്ട് കേട്ടോ അവിടെ. മുതലേ ആ ഇരിക്കുന്ന ഇതെല്ലാം നിങ്ങളുടെ തന്നെ അല്ലേ? ഇതിനൊന്നിന് എന്ത് പ്രൈസ് വരും? ഇത് ഞാൻ ഇരിക്കുന്ന ഇതോ ഇതോ എന്താ മേടിക്കാൻ പ്ലാനുണ്ടോ? ചുമ്മാ അവിടെ ഓടിച്ചു നടക്കാം. എവിടെ എവിടെ തനിക്ക് ഇത്രയും പോലും പോകാൻ വയ്യാലോ. എടാ ഒരു ഫസ്റ്റ് ഓടിക്കുന്നുണ്ടല്ലേ? ഓ ഇയാളോ പിന്നെ അണച്ചിട്ട് നടുവേ നടു നല്ല സ്ട്രെയിൻ ഉണ്ട് അല്ലേ? മാറി മാറി ഇരിക്കണം, ഷിഫ്റ്റ് ചെയ്യണം ബാക്കിലോട്ട് അല്ലേ? ബ്രോയ്ക്ക് സീനില്ല, സ്ഥിരം പോയി പോയി പോയി. നമുക്ക് ഇച്ചിരി ടാസ്കാ. എന്തോ സത്യം പറഞ്ഞാൽ വയ്യ. ആള് ചത്ത് ചുമ്മാ ഡൈലോട് കാണുള്ളൂ. ആള് ചത്തിരിക്കും. അങ്ങോട്ട് പോയി
ആ ഇരിപ്പാണ്ട് അറിയാം. ഈ ഒരു ഭാഗം അങ്ങോട്ട് കയറി 2 കൈ കറക്റ്റ് ബാലൻസ് ചെയ്തിട്ട് മുകളിലേക്ക് കയറി ശരി കുറച്ച് നേരം അങ്ങനെ ഇരുന്നാൽ ഞാൻ നടത്തിയത്. ഗൈസ് ഇവിടെ മീൻ പിടിക്കുകയാണ് ഗൈസ്. ചത്തു മോനെ, ഇതിനൊരു മോട്ടർ വെക്കാൻ പറ്റുമോ? അയ്യാ തിരിച്ചെങ്ങനെ പോവും? സ്റ്റാമിന ഇല്ലത്. ഓ പിന്നെ തന്റെ സ്റ്റാമിന കണ്ടു. സംഭവം അടിപൊളിയാണ്, പക്ഷെ നല്ല സ്റ്റാമിന വേണം. നല്ല സ്റ്റാമിന വേണം. ഇച്ചിരി കഷ്ടപ്പെട്ടാലും ഇനി എത്തി അടിപൊളിയാട്ടോ. ഇവിടെ ഒന്നും വലിയ വെള്ളമില്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇതിൻ്റെ എന്താ ഇത്രയും വെള്ളമുള്ളൂ കണ്ടോ. പക്ഷെ അങ്ങോട്ടൊക്കെ വെള്ളമുണ്ട്. നമ്മളിനിയും പോകുന്ന സ്ഥലം കുറച്ച് ആഴം കൂടിയ സ്ഥലത്തോട്ടാണ്. ഇപ്പോൾ ഇന്നലെ മഴയൊക്കെയാണ്, ഡാമൊക്കെ തുറന്നിട്ടുണ്ട്, നല്ല ഒഴുക്കുണ്ടെന്നാണ് പുള്ളി പറഞ്ഞു. പക്ഷെ എനിക്ക് വയ്യ തുടങ്ങി. ആരെങ്കിലുമൊക്കെ കയാക്കിങ്ങിന് വരുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത് ഓർത്ത് വെച്ചോണം, നടു നല്ല പെയിൻ ആയിരിക്കും. അതനുസരിച്ച് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ആദ്യത്തെ ആവേശത്തിന് വെറുതെ ചാടിത്തുള്ളി അങ്ങ് നീന്താൻ പോകരുത്. ഇത് എന്നെ കൊണ്ട് പോവാം അങ്ങോട്ട് കണ്ടോ. അപ്പം ആദ്യത്തെ ആവേശത്തിൻ്റെ പുറത്ത് ആവേശം കാണിച്ച് തുഴയാൻ പോകല്ലേ, ഈ അവസ്ഥയായിരിക്കും. എന്താ ഓരോരുത്തരും അവിടെ കിടക്കുന്നത്. ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് തുഴയണ്ട, കാരണം ഡാം തുറന്നിട്ടുകൊണ്ട് അവിടെ നിന്നോട് വെള്ളം ഒഴുകുന്നുണ്ട്. ഒഴുകിപ്പോക്കോളും കണ്ട. ഇതൊക്കെ ഇഷ്ടംപോലെ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് മീൻപിടുത്തക്കാരുടെ സ്ഥലമാണ്. ഈ വഴി ബോട്ട് പോകുന്ന ചാലാട്ടോ. ഇപ്പോൾ പുള്ളി പറഞ്ഞു രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിപ്പോൾ രാവിലെ വന്നേക്കുന്നത്, രാവിലെ ആയതുകൊണ്ട് കുഴപ്പമില്ല. വൈകിട്ട് ഇതുവഴി പോകാൻ പറ്റില്ല. വൈകിട്ട് നമ്മൾ അപ്പുറം വഴി കറങ്ങി വേണം പോകാൻ, കാരണം ഇതുവഴി ബോട്ട് പോകുന്ന സ്ഥലമാണ്. ഇതുവഴി അപ്പം പോകാൻ പറ്റില്ല. ഇപ്പോൾ കുഴപ്പമില്ല ഗൈസ്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ കടമക്കുടി ഷാപ്പ്. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഗൈസ് നമ്മുടെ കയാക്കിങ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ സേഫായിട്ട് കയാക്കിങ് ഒക്കെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോ നമ്മ പോണത് ദ്വീപാണ്. പിഴലാന്ന് പറഞ്ഞ ദ്വീപ, കടമക്കുടി പിഴലാന്ന് പറഞ്ഞ ദ്വീപ് നമ്മൾ ഫുള്ള് ചുറ്റാണ്. ഇതിലേക്ക് കൂടി നമ്മൾ പോയിട്ട് അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. റിട്ടേൺ വന്നില്ല. ആകെ ഉള്ള നിങ്ങൾ വന്നൊരു പാലില്ലേ, ആ പാലം മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലോട്ട് വരാനുള്ള ദ്വീപിലോട്ട്. അല്ലെങ്കിൽ ഫുള്ള് 4 സൈഡിൽ ഇതേപോലെ ജങ്കാറുണ്ടാ. 4 സൈഡിൽ ജങ്കാർ അല്ലെങ്കിൽ ഇതേപോലെ വഞ്ചി, ഓരോ വീട്ടിൽ വഞ്ചിയായിരുന്നു. ഇപ്പൊ പാലം വന്നുകൊണ്ട് വഞ്ചിയൊക്കെ മാറി. ആ ഫുള്ള് റൗണ്ട് അടിക്കാം നമുക്ക്. കടമക്കുടി വാട്ടർ മെട്രോ സ്റ്റേഷൻ. ബൈക്കൊക്കെ ഇരിക്കുന്നത് ഏതാ അത് ഇപ്പത്തെ ടെക്നോളജിയാ. പണ്ടെന്ന് മറ്റേ പല വലിക്കല്ലേ, ബൈക്കിലെ ടയറിൽ കയറിട്ടിട്ട് അപ്പൊ പെട്ടെന്ന് പോകും. മീൻ പെട്ടെന്ന് ഓടത്തുമില്ല, സ്പീഡിൽ പൊങ്ങുകയും ചെയ്യും. അവിടെ ആ ഭാഗം. അങ്ങനെ ഗായ്സ് അവരവരുടെ വെള്ളത്തിൽ നമ്മളെ ആ ദ്വീപ് ഫുള്ള് ചുറ്റി കാണിച്ച് ഏതാണ്ട് 1 മണിക്കൂറോളം നമുക്ക് ആ ദ്വീപ് ഫുള്ള് കാണാൻ പറ്റി. എന്നിട്ട് അവിടെ നിന്ന് ഊബർ ഇട്ടതുകൊണ്ട് അവരുടെ വണ്ടിയെ തന്നെ അവർ നമ്മളെ കൊണ്ട് ജംഗ്ഷനിലാക്കുകയും ചെയ്തു. അപ്പോൾ ഓക്കെ ചേട്ടാ. അപ്പോൾ ഗായ്സ് നമ്മുടെ കയാക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഊബർ എടുത്ത് സ്റ്റേഷനിലോട്ടാണ്. നമ്മൾ ആ ജംഗ്ഷനിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് അടുത്ത് ഊബർ കിട്ടിയായിരുന്നു. ആ ഊബർ എടുത്ത് നേരെ എറണാകുളം ജംഗ്ഷനിലെത്തിയിട്ട് അവിടുന്ന് ട്രെയിനും പെട്ടെന്ന് തന്നെ കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റി. അപ്പോൾ ഗായ്സ് നമ്മൾ സക്സസ്ഫുള്ളി നമ്മുടെ കയാക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, നമ്മുടെ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് കയാക്കിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം, ഇൻസ്റ്റാഗ്രാം ഐ ഡിയും കൊടുത്തേക്കാം. അത് അടിപൊളി കയാക്കിങ് ആണല്ലേ, വെർത്താണ്. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.